ഹലോ, ഇന്ന് നമ്മൾക്ക് മിൽക്ക് പേട എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് ഉപയോഗിച്ചത്. അപ്പോൾ 400 ml 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാലൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ലാസ്റ്റ് കട്ടാകുമ്പോൾ കുറുക്കി വരുമ്പോൾ ആ സമയത്ത് നമ്മളിതൊന്ന് കൈവെക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാല് അടിയിൽ പിടിച്ച് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നല്ല ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ കറക്റ്റ് ഒരു നല്ലൊരു പേട തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ഷമയോടുകൂടി തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളൂ. വെറും പാലും പഞ്ചസാരയും മാത്രം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്, വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത് ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാൽ ഇതേപോലെ ഒന്ന് വറ്റിച്ച് ഇതാ ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പാനിൽ നിന്ന് ഇത് വിട്ട് വരുന്ന ഒരു പാകമുണ്ട്. ആ ഒരു സമയം വരെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ നമ്മളെ പേട ഇതിൽ നിന്നും വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പേട ഒരു തരിതരിപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സമയമായാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് തണുത്ത് വരണം. ഇത് നമ്മളെ കയ്യിൽ പിടിക്കാൻ പാകത്തിലുള്ള ഒരു ചൂട് ആയിക്കഴിഞ്ഞാൽ നമുക്കിതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനിത് ഒരു അത്യാവശ്യം വലിയ ഷേപ്പിൽ തന്നെയാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. എന്നിട്ട് വിരലുകൊണ്ട് ഇതേപോലെ ഒന്ന് ചെറിയൊരു ഹോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് ഈ ഒരു 2 പാക്കറ്റ് 800 ml ആണ് പാല്. ആ ഒരു പാലിൽ വെച്ചിട്ട് എനിക്ക് ഇതേപോലെ 6 പേടയാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങാതെ കുറച്ച് ക്ഷമയുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള റെസിപ്പീസായിട്ട് വീണ്ടും വരാവുന്നതാണ്. താങ്ക്